മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പിറന്നാൾ ദിനം 80ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നാട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മൾ പഴയ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് വി ലീലയ്ക്കൊപ്പമാണ്. എങ്ങനെയാണ് ലീലേജി? പിണറായിക്കാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വിജയേട്ടൻ എന്ന് വെച്ചാൽ രക്ഷിതാവാണ്. പിണറായിയിൽ ഇന്ന് കാണുന്ന എല്ലാ കാര്യത്തിനും ഇപ്പോൾ പിണറായി ഒരു സഹകരണ ഗ്രാമമായിരുന്നു. ആ സഹകരണ ഗ്രാമമാക്കിയതാരാ? പിണറായിയാണ്. എല്ലാ ഫിക്കോസ് മുതൽ ബാങ്ക് മുതൽ കാൽ സൊസൈറ്റി മുതൽ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും മുഴുവനും തൊട്ടതും ഉദ്ഘാടനം ചെയ്തതും ഉണ്ടാക്കിയതും മൂപ്പർ തന്നെയാണ്. ആ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല തൊട്ടതെല്ലാം പൊന്നാന്ന്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏതെല്ലാം സ്ഥാപനം തുടങ്ങി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇന്നും നല്ല നിലയിൽ നൂറുകണക്കിന് ആളുകളാണ്, കുടുംബങ്ങളാണ് അങ്ങനെ ജീവിക്കുന്നത്. നൂറുകണക്കിന് ഏത് മേഖല എടുത്ത് വെച്ചാലും 100, 400, 500 ഒന്നും പോരാ ബിക്കോസ് ആകെ എടുത്ത് പരിശോധിക്കുമ്പോൾ. അതുമാത്രമല്ല, പാവങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹകരണ മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ആണല്ലോ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയെടുക്കുന്നത്, രാജിവെച്ചിട്ട്. ആ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിനകത്ത് 2-3 അനുഭവം എനിക്കുണ്ടായി. അതായത് പ്രായമുള്ള ഒരാൾ വന്നിട്ട് വിജയേട്ടനോട് വിഷമം പറയുക, ജീവിത പ്രയാസം, കണ്ണൂരിൻ്റെ അപ്പുറത്ത് നിന്നുള്ള ആളാണ് വന്ന്. അപ്പോൾ മോൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് വന്നിന് പഠിച്ചത്. അപ്പോൾ അതങ്ങ് കൊടുത്തതെല്ലാം നോക്കിയിട്ട് പറഞ്ഞ്, ഞാനിപ്പോൾ ഒരാളെടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, ഇന്നേ സ്ഥലത്ത് നിങ്ങൾ പോയിക്കോ, നിങ്ങളെ മോന് പണി കിട്ടും പറയാണ്. ഉടനെ ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആരാ വിജയേട്ടാ? അതൊരു പ്രായമുള്ള ആരാ എന്താന്ന്. ഒരു രാഷ്ട്രീയം നോക്കൂല, കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയം നോക്കില്ല. ഒരാൾക്ക് പണിയായി കൊടുക്കുന്ന കാര്യത്തിൽ, മറ്റുള്ള വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ എല്ലാ സഹായവും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും. രാഷ്ട്രീയം നോക്കൂല. രാഷ്ട്രീയം നോക്കിയിട്ടുള്ള പണി എല്ലാ വിജയേട്ടനും ഇതുവരെ ചെയ്തു വന്നിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ഘട്ടത്തിൽ നോക്ക് നിങ്ങൾ, പ്രിയപ്പെട്ടവരെ 5 ലക്ഷത്തിലെ ആളുകൾക്ക് കിടന്നിറങ്ങാൻ, കയറിക്കിടക്കാൻ ഒരിടം കൊടുക്കുക. ഇന്ത്യയിൽ 28 സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞോ? ഈ കേരളത്തിനല്ലാതെ. അതും ഇങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ കൈക്ക് ഭയങ്കര കരുത്താണ്. അത് എടുത്ത തീരുമാനം നിർബന്ധമായി നടപ്പാക്കും. ഒരാൾക്ക് വാക്ക് കൊടുത്താൽ വാക്ക് നടപ്പിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് പിന്നെ ചെറുപ്പം മുതലേ ഉള്ള ശീലം തന്നെയാണ്. ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ ഉള്ള ശീലം തന്നെയാണ്. സ്വന്തം അമ്മയെ നോക്കുന്ന കാര്യത്തിൽ ഞാനൊരു വർഷം കിടപ്പിലുള്ള സമയം ചെല്ലുമ്പോൾ കാലിൻ്റെ നഖം മുറിക്കുന്നു. വിജയേട്ടൻ കാലിൻ്റെ നഖം മുറിക്കുന്നു അമ്മേൻ്റെ. അത്ര അമ്മേനെ നോക്കുന്ന പോലെ. പ്രായസമ്മറി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ കാറിലിങ്ങനെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയ സമയത്തെല്ലാം പോകുമ്പോൾ റോഡിൻ്റെ അരുത്ത് ഇങ്ങനെ വിജയേട്ടനെ കാണുന്ന ഞങ്ങളുടെ അടുത്ത് വിജയേട്ടനെ ഇറങ്ങിപ്പോവും. ഈ മന്ത്രിയായിരുന്ന അവസരത്ത് പോലും തെരുവിലുള്ള 2-3 പ്രായസ്ഥന്മാർ പീടിയൻ്റെ കരത്തണക്കിങ്ങനെ ഇരിക്കുമല്ലോ. ആ ഇരിക്കുന്ന സ്ഥലത്ത് വിജയേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി അവരടുത്ത് പോയി ലോക്യം പറഞ്ഞിട്ടാവുക. അതാണ് മനുഷ്യസ്നേഹി, ഏറ്റവും നല്ല മനുഷ്യസ്നേഹി, ഏറ്റവും നല്ല എന്ന് പറയേണ്ടത്. പിന്നെ പാവങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അതാണ് നമ്മൾ കാണേണ്ടത്. എന്തെല്ലാം ഈ മുഖ്യമന്ത്രിയെ തകർക്കാൻ എന്തെല്ലാം കോപ്പ് കൂട്ടി, ഏത് സമയത്ത് കോപ്പ് കൂട്ടുന്നു. ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം മുഴുവൻ RSSകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ പിന്തുടരുക. എത്ര കാലമായി നമ്മളെ ദൃശ്യമാധ്യമങ്ങൾ എഴുതുന്നു. എന്താ എഴുതുന്നത്? എല്ലാം എതിരായിട്ടല്ലേ, കള്ളപ്രചരണങ്ങളിലെ. പക്ഷെ ഒരു പ്രചരണം യേശുന്നില്ല. എന്തുകൊണ്ടാണ്? സത്യസന്ധത കൊണ്ടാണ്. ആടെയാണ് പ്രധാനം. ഇത്രയും സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി ഇന്ത്യക്കും ലോകത്തിനും ഉണ്ടാവില്ല, കേരളത്തിനും ഉണ്ടാവും, ഇനി ഭാവിയിലും വരാൻ വേണ്ടി പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളുകളെ, ഈ നാടിനെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ അതല്ലേ വേണ്ടത്? എന്തിനാ തിരഞ്ഞെടുക്കുന്നത്? ജനങ്ങളെ സ്നേഹിക്കാനാണ്. നമ്മളെ രാജ്യം നന്നാവണം, അതോടൊപ്പം ജനങ്ങളെ സ്നേഹിക്കണം, പട്ടിണി മാറണം. അതിദരിദ്രമില്ലാതെ കേരളമായി മാറിയില്ലേ? ഈ നവംബർ 1 പ്രഖ്യാപനമാണ്. എല്ലാ പഞ്ചായത്തും ആയിക്കൊണ്ട് വരികയാണ്. അതും ഒരു വലിയ നേട്ടമാണ്. അപ്പോൾ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി വീണ്ടും അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. പിണറായിക്ക് ഇന്ന് പിറന്നാളാണ്, ഈ 80ാം പിറന്നാൾ. ഇത് നാടിൻ്റെ ഒരു ആഘോഷമാണ്. ഈ പഞ്ചായത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ജനങ്ങളെ ആകെ ഒരു ആഘോഷമായിട്ട് മാറട്ടെ എന്നും, അതോടൊപ്പം ആരോഗ്യത്തോടെ ഒരു 120 വയസ്സ് വരെ നമ്മളെ വിജയേട്ടന് ആയുസ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.